പഴയ നിയമത്തിൽ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് യാബസ് എന്നാണ്. യാബസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ. ഈ യാബസ് കർത്താവിന്റെ സന്നിധിയിൽ ഒരിക്കലൊരു പ്രാർത്ഥന നടത്തി. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്. യാബസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഈ യാബസ് ദൈവസന്നിധിയിൽ നിന്ന് ഒരിക്കൽ ഒരു പ്രാർത്ഥന നടത്തുകയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-ാം വാക്യം. യാബസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വേദന തിന്നുന്നു. ഇനി വേദന തിന്നോണ്ടിരിക്കുകയാണ്. ഇല്ലായ്മയുടെയും ദുരിതത്തിന്റെയും കണ്ണീരിന്റെയും ഒരു വീട്ടിലേക്ക് പിറന്നു വീണ കുഞ്ഞിന് അമ്മ പേരിട്ടു യാബസ്. ലക്ഷണമില്ലാത്ത പേരാണ്. അപ്പൊ വേദന തിന്നുന്ന വീടാണ് ഇവന്റെ, വേദന തിന്നൊരു അമ്മയാണ് ഇവന്റെ, ഒത്തിരി കണ്ണുനീരുള്ള കുടുംബമാണ് ഇവന്റെ. ശ്രദ്ധിച്ചിരിക്കുക. അവൻ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ല, ഈ കുടുംബത്തിന് ഒരു വേലിയുണ്ട്, ആ വേലിക്കകത്ത് ഞാനൊരു ദാരിദ്ര്യം പിടിച്ചവനായിട്ട് വേദനയും തിന്ന് ജീവിച്ചോളാം. അവൻ അങ്ങനെ വിചാരിച്ചില്ല. എല്ലാവരും എന്നെ ശ്രദ്ധിച്ചേ. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അതിന്റെ അവസാനം എന്താ എഴുതിയെന്നറിയാമോ? ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. ബൈബിളിൽ ദൈവം പ്രാർത്ഥന കേട്ടു എന്നും പറഞ്ഞിരിക്കുന്ന ഒരു 5-6 പ്രാർത്ഥനയേ ഉള്ളൂ. കേട്ടു എന്നും പറഞ്ഞിരിക്കുന്ന ഒരു 1-ാം തരം പ്രാർത്ഥനയാണിത്. അപ്പൊ ഇത് അന്ന് യാബസ് പ്രാർത്ഥിച്ചപ്പോ കേട്ടെങ്കിൽ, മോനെ, മോളെ, നീ ഇന്ന് പ്രാർത്ഥിച്ചാൽ ഇത് കേൾക്കും. എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. യേശുക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിൽ തട്ടി സ്നേഹിക്കാൻ തുടങ്ങിയാൽ, സ്നേഹിക്കാൻ തുടങ്ങുന്ന ആ മിനിറ്റ് മുതൽ നിങ്ങളുടെ ചങ്കിൽ നിന്ന് നിങ്ങൾ കാണാത്ത ഒരു നദി ഒഴുകാൻ തുടങ്ങും. ചതി പറഞ്ഞേ ഹല്ലേലൂയാ. സ്നേഹത്തിന്റെ നദി, വിശ്വാസത്തിന്റെ നദി, വാത്സല്യത്തിന്റെ നദി, ദയയുടെ നദി, കരുണയുടെ നദി, എല്ലാ ദൈവിക നന്മകളുടെയും നദി വിശ്വസിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. കർത്താവ് പറയാണ്, അതുകൊണ്ട് നിങ്ങൾ കുടത്തിൽ വെള്ളം എടുത്തൊഴുകി വെറുതെ ആശ്വസിക്കേണ്ട മക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇതാ ഒരു നദി ഒഴുകാൻ പോകുന്നു. അതിന് നമ്മൾ ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഇനി നമുക്ക് എസെക്കിയേൽ 47 പോവാം. എസെക്കിയേൽ 47 എസെക്കിയേൽ പ്രവാചകന് ദൈവം ഒരു ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഈ നദി ഒഴുകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളോട് പറയാൻ പോവാണ്. അപ്പോൾ ഈ നദി ഒഴുകുന്നത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി ആ നദിയുടെ ഒരു വിവരണം എസെക്കിയേൽ തരുന്നത് നമുക്ക് വളരെ നല്ലതാണ്. അപ്പോൾ എസെക്കിയേൽ പ്രവാചകൻ ഇപ്പോൾ നിൽക്കുന്നത് ദേവാലയത്തിന്റെ മുൻപിലാണ്. ദേവാലയത്തിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രവാചകനോട് ദൈവദൂതൻ പറയുകയാണ്, പ്രവാചക, കണ്ണു തുറന്നു നോക്കുക. പ്രവാചകൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച പ്രവാചകൻ കാണുകയാണ്. പ്രവാചകൻ കാണുകയാണ്, ദേവാലയത്തിലെ ബലിപീഠത്തിന്റെ അടിയിൽ നിന്ന് ജീവന്റെ നദി ഒഴുകി വരുന്നു. അന്നുവരെയും കണ്ടിട്ടില്ല. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുകയാണ്, യാബസിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എനിക്ക് പറയാനുള്ള 1-ാമത്തെ കാര്യം ഇതാണ്: ഈ അരുവി ആരംഭിക്കുന്ന അവസ്ഥയിൽ മരണം വരെ ജീവിക്കരുത്. കാൽപാദം നനയ്ക്കുന്ന ഒരു അരുവിയിൽ തൃപ്തിപ്പെടരുത്. മുട്ടോളമുള്ള ഒരു അരുവിയിൽ തൃപ്തിപ്പെടരുത്. അരയ്ക്കൊപ്പമുള്ള ഒരു അരുവിയിൽ തൃപ്തിപ്പെടരുത്. തോളൊപ്പം ഈ അരുവി വളർന്നാൽ തൃപ്തിപ്പെടരുത്. നീന്തിയാൽ പോലും കടക്കാൻ പറ്റാത്തൊരു മഹാനദിയായിട്ട് എന്റെ കൺമുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ മാറണം. ഈശോ പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ഈ മഹാനദി ഒഴുകും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യം. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന്, വായിച്ചോ, തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ ചതി പറഞ്ഞേ ഹല്ലേലൂയാ. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ, ഏത് തിരുനാളിന്റെ? കൂടാരത്തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും.
അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ, ഏത് തിരുനാളാണെന്നാണ് ഞാൻ പറഞ്ഞത്? കൂടാര തിരുനാൾ, ഫീസ്റ്റ് ഓഫ് ബൂത്ത് എന്നാണ് പറഞ്ഞത്. ദ ഫീസ്റ്റ് ഓഫ് ബൂത്ത്, കൂടാര തിരുനാൾ. അതെന്താന്ന് വെച്ചാൽ, ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് കാനാനിലേക്കുള്ള യാത്രാമധ്യേ കൂടാരമടിച്ച് താമസിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് അവർ നടത്തുന്ന തിരുനാളാണ് കൂടാര തിരുനാൾ. ഈ കൂടാര തിരുനാളിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രത്യേക പരിപാടിയുണ്ട്. അതായത് ഒരു ശരാശരി യഹൂദന്റെ മനസ്സിൽ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ആ സങ്കടം ഇതാണ്: ലോകത്തെ എല്ലാ നല്ല സംസ്കാരങ്ങളും വളർന്നത് നദീതീരത്താണ്. ഉദാഹരണത്തിന്, ഈ നാം അധിവസിക്കുന്ന മഹാഭാരതത്തിൻ്റെ സംസ്കാരം വളർന്നത് സിന്ധു നദിയുടെ തീരത്താണ്. ലണ്ടൻ നഗരം സ്ഥിതി ചെയ്യുന്നത് തെംസ് എന്ന് പറയുന്ന നദിയുടെ തീരത്താണ്. നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്ത് എന്ന സംസ്കാരം വളർന്നു വന്നത്. ഇങ്ങനെ ലോകത്തെ ഏത് പ്രശസ്തമായ സംസ്കാരം എടുത്താലും അവർക്ക് നഗരത്തെ ചുറ്റി നദിയുണ്ട്. എല്ലാ സംസ്കാരങ്ങളും വളരുന്നത് നദിയോട് ബന്ധപ്പെട്ടാണ്. ശ്രദ്ധിച്ചിരിക്കുക. എന്നാൽ യഹൂദന്റെ മനസ്സിലൊരു സങ്കടമുണ്ട്: ഇസ്രായേലിൽ അങ്ങനെ ഒരു നദിയില്ല. അപ്പൊ നിങ്ങൾ പറയും, ജോർദാൻ നദിയോ? അതൊരു തോടാണ്. നദി എന്നൊക്കെ നമ്മൾ വലിയ ഗമയ്ക്ക് പറയുന്നെങ്കിലും അത് നദിയൊന്നുമല്ല. അപ്പോൾ ജോർദാനിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അതൊരു ആവറേജ് തോടാണ്. അപ്പോൾ ഒരു നദി ഇല്ലാത്തതിൻ്റെ സങ്കടമുണ്ട്, വെള്ളമില്ലാത്തതിൻ്റെ സങ്കടമുണ്ട്, വെള്ളം ഒഴുകാത്തതിൻ്റെ സങ്കടമുണ്ട്. ജലധാര അവരുടെ ചങ്കിലേ ഉള്ളൂ, പുറത്തില്ല. അപ്പൊ ഈ ജലം ഒഴുകാത്തതിൻ്റെ, ജലമില്ലാത്തതിൻ്റെ, മരുഭൂമിയാണ്. 30 മുതൽ 50 ഡിഗ്രി ചൂട് വരെ പകലും രാത്രിയിലും ആവർത്തിക്കപ്പെടുന്ന ഉഷ്ണതാപത്തിന്റെ നാടാണ്. മരുഭൂമിയാണ്, വേനലാണ്, ചൂടാണ്, വെള്ളമില്ല. അപ്പൊ ഇങ്ങനെ നദിയില്ലാത്തതിന്റെ സങ്കടം, ആ നദിയില്ലാത്തതിന്റെ സങ്കടത്തിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയും, പ്രവാചകന്മാര് അദൃശ്യമായ നദികളെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കാണുന്ന നദിയില്ല. ഈ രാത്രിയിൽ നിങ്ങൾ എന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാണുന്ന നദിയില്ലാത്തത് കൊണ്ട് കാണാത്ത നദിയെ പറ്റി പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്കെല്ലാം അറിയാവുന്ന ഒരു പാട്ടാണ്, മുട്ടോളമല്ല അരയോളം പോരാ. പാടിക്കേ. അപ്പൊ ഇതാണ് ഈ പാട്ട്. എന്ത് പാട്ടാ ഇത്? മുട്ടല്ല, അരയല്ല, തോളല്ല, നീന്താൻ പറ്റുന്നില്ല, അങ്ങനെ പാട്ടാണ്. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായമാണിത്. ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, കുറച്ച് കഴിഞ്ഞ് പോകും നമ്മൾ. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായമാണിത്. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ എസെക്കിയേൽ പ്രവചിക്കുകയാണ്, ഇതാ ബലിപീഠത്തിന്റെ അടിയിൽ നിന്ന് ഒരു ജീവന്റെ നദി ഒഴുകുന്നു. കാണാൻ പാടില്ലാത്തൊരു നദി. നമുക്ക് കണ്ണു തുറന്നാൽ കാണാൻ പറ്റില്ല, ചങ്കിനകത്ത് കാണാം. ആന്തരിക കണ്ണു തുറന്നാൽ കാണാവുന്ന ഒരു നദി, പുറമേ കാണാൻ പറ്റില്ല. ഈ നദി കാണാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ ഈ നദിയില്ലാത്തത് കൊണ്ട്, ഇസ്രായേലിൽ ഒരു നദിയില്ലാത്തത് കൊണ്ട്, വെള്ളമില്ലാത്തത് കൊണ്ട് അവർ ഈ കൂടാര തിരുനാളിന് ഒരാശ്വാസത്തിന് ഇങ്ങനൊരു കാര്യം ചെയ്യുമായിരുന്നു. ചെയ്യുന്ന കാര്യം ഇതാണ്: അനേക കുടം വെള്ളം കോരിക്കൊണ്ട് ദേവാലയത്തിലേക്ക് ചെന്നിട്ട് ദേവാലയത്തിലെ ഒരു പ്രത്യേക സ്ഥാനത്ത് നിന്ന് ഈ കുടത്തിലെ വെള്ളം ഒഴുക്കി താഴേക്ക് വിടുമായിരുന്നു. വെള്ളമില്ലാത്തത് കൊണ്ട് കുടത്തിലെ വെള്ളം താഴേക്ക് ഒഴുക്കി വിടും. അപ്പൊ അങ്ങനെ വെള്ളം മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരും. നദി വരുന്നത് പോലെ വെള്ളം ഒഴുകി വരും. അതായത് ലോകത്തെ എല്ലാ നല്ല സംസ്കാരങ്ങളും വളർന്നത് എവിടാണ്? നദീതീരത്താണ് വളർന്നത്. ഒരു ശരാശരി യഹൂദന്റെ ചങ്കിൽ ഒരു സങ്കടമുണ്ട്. എന്താ സങ്കടം? നദിയില്ലാത്തതിന്റെ സങ്കടം. അതുകൊണ്ട് പ്രവാചകന്മാർ അദൃശ്യ നദികളെ പറ്റി പ്രവചിച്ചു. ഉദാഹരണം, ഏത് പ്രവാചകൻ? എസെക്കിയേൽ അധ്യായം 47. അങ്ങനെ പ്രവാചകന്മാർ കാണാൻ പാടില്ലാത്ത നദിയെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വെള്ളമില്ലാത്തതിന്റെ സങ്കടം തീർക്കാൻ യഹൂദന്റെ തിരുനാളിന്, കൂടാര തിരുനാളിന് ഒരു ആചാരമുണ്ടായിരുന്നു. പുരോഹിതന്മാർ ഇഷ്ടം പോലെ കുടത്തിൽ വെള്ളം കോരി ദേവാലയത്തിന്റെ ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് ചെന്നിട്ട്
ഉയർന്ന ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം ഒഴുക്കി താഴേക്ക് വിടും. അപ്പൊ ഈശോ ഈ കൂടാരത്തിരുനാളിന് ജെറുസലേമിൽ ചെന്നതാണ്. ഇതാണ് പശ്ചാത്തലം. ഈ കൂടാരത്തിരുനാളിന് ചെന്ന് ഈശോ നോക്കുന്ന സമയത്ത് ദൈതാ കുടത്തിൽ നിന്ന് വെള്ളം ഒഴുക്കി താഴേക്ക് വിടുകയാണ്. കർത്താവിന് ചിരി വന്നു. എന്നിട്ട് കർത്താവ് ആ വെള്ളമെല്ലാം ഒഴുകി തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ആ മണ്ണ് വരണ്ടു തുടങ്ങിയപ്പോ, മനുഷ്യന്റെ സന്തോഷം കുറഞ്ഞു തുടങ്ങിയപ്പോ, തിരുനാളെല്ലാം തീരാറായപ്പോ ഈശോ നേരെ തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു ഒരു ഉയർന്ന സ്ഥലത്ത് കയറി നിന്നിട്ട് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. കർത്താവ് പറയാണ്, ഈ നാട്ടിൽ നദിയില്ല, എന്നാൽ ഞാനൊരു പരിഹാരം പറയാൻ പോവാണ്. നിങ്ങളുടെ ചങ്കിൽ നിന്ന് ഇതാ ഒരു നദി ഒഴുകാൻ പോകുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നദി ഒഴുകാൻ പോകുന്നു. ആ നദിയെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. ഈശോ പറയുകയാണ്, മക്കളെ, പുറത്തൊരു നദിയില്ലാത്തതിൽ നിങ്ങൾ സങ്കടപ്പെടണ്ട. പുറത്തൊരു നദിയില്ലാത്തത് കൊണ്ട് നിങ്ങൾ കുടത്തിൽ വെള്ളം ഒഴുക്കി ആശ്വാസം കണ്ടെത്തണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ചങ്കിനകത്തു നിന്ന് ഞാനൊരു നദി ഒഴുക്കിത്തരാം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇതാ ഒരു നദി ഒഴുകാൻ ഒരു കാലം വരുന്നു. അവനിത് പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധിച്ച് ദൈവത്തിന്റെ ദൂത് കേൾക്കണം. നിങ്ങൾ യേശുക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിൽ തട്ടി സ്നേഹിക്കാൻ തുടങ്ങുന്ന ആ മിനിറ്റ് മുതൽ നിങ്ങളുടെ ചങ്കിൽ നിന്ന് നിങ്ങൾ കാണാത്ത ഒരു നദി ഒഴുകാൻ തുടങ്ങും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. സ്നേഹത്തിന്റെ നദി, വിശ്വാസത്തിന്റെ നദി, വാത്സല്യത്തിന്റെ നദി, ദയയുടെ നദി, കരുണയുടെ നദി, എല്ലാ ദൈവിക നന്മകളുടെയും നദി വിശ്വസിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. കർത്താവ് പറയാണ്, അതുകൊണ്ട് നിങ്ങൾ കുടത്തിൽ വെള്ളം എടുത്തൊഴുകി വെറുതെ ആശ്വസിക്കേണ്ട. മക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇതാ ഒരു നദി ഒഴുകാൻ പോകുന്നു. അതിന് നമ്മൾ ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഇനി നമുക്ക് എസെക്കിയേൽ 47 പോവാം. എസെക്കിയേൽ 47 എസെക്കിയേൽ പ്രവാചകന് ദൈവം ഒരു ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഈ നദി ഒഴുകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളോട് പറയാൻ പോവാണ്. അപ്പോൾ ഈ നദി ഒഴുകുന്നത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി ആ നദിയുടെ ഒരു വിവരണം എസെക്കിയേൽ തരുന്നത് നമുക്ക് വളരെ നല്ലതാണ്. അപ്പോൾ എസെക്കിയേൽ പ്രവാചകൻ ഇപ്പോൾ നിൽക്കുന്നത് ദേവാലയത്തിന്റെ മുൻപിലാണ്. ദേവാലയത്തിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രവാചകനോട് ദൈവദൂതൻ പറയുകയാണ്, പ്രവാചക കണ്ണു തുറന്നു നോക്കുക. പ്രവാചകൻ കണ്ണു തുറന്നു നോക്കുമ്പോ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച പ്രവാചകൻ കാണുകയാണ്. ദേവാലയത്തിലെ ബലിപീഠത്തിന്റെ അടിയിൽ നിന്ന് ജീവന്റെ നദി ഒഴുകി വരുന്നു. അന്നുവരെയും കണ്ടിട്ടില്ല. ദേവാലയത്തിലെ ബലിപീഠത്തിന്റെ അടിയിൽ നിന്ന് ഒരു ജീവന്റെ നദി ഒഴുകുന്നു. പ്രവാചകൻ വളരെ ദൂരെ നിൽക്കുകയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ നദിയുടെ ഉറവ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അത് വളരെ ചെറുതാണ്. അതിന്റെ ഉത്ഭവം വളരെ ചെറുതാണ്. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു കൊച്ചരുവി. ജീവന്റെ നദിയുടെ ഉറവ പൊട്ടി ഒഴുകുന്നതേ ഉള്ളൂ. ഉത്ഭവമാകുന്നതേ ഉള്ളൂ. അത് ആരംഭിക്കുന്നതേ ഉള്ളൂ. ചെറിയൊരു നദി, ചെറിയൊരു അരുവി അതിങ്ങനെ ഒഴുകി. അപ്പൊ എസെക്കിയേൽ ഇത് കണ്ടിട്ട്, യഹൂദനാണ്, യഹൂദന്റെ ചങ്കലൊരു സങ്കടമുണ്ട്. എന്താ സങ്കടം? നദിയില്ലാത്തതിന്റെ സങ്കടം. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയം നിറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് ദൂതൻ പറഞ്ഞു, നീ ഇവിടെ നിന്നാ പോരാ, കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ 1000 മുഴം മുന്നോട്ട് പോയി. 1000 മുഴം മുന്നോട്ട് പോകുമ്പോ പ്രവാചകൻ കണ്ടു നദിയുടെ വെള്ളത്തിന്റെ അളവ് കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രവാചകന്റെ കാൽപാദം നനഞ്ഞിരിക്കുന്നു. അങ്ങനെ കാൽപാദം നനഞ്ഞു. കാല് നനച്ചാൽ തന്നെ യഹൂദന് സന്തോഷമാണ്. വെള്ളമില്ലാത്ത നാടാണ്. അതുകൊണ്ട് കാല് കഴുകിയാൽ തന്നെ ആശ്വാസമാണ്. ദൂതൻ പറഞ്ഞു, അങ്ങനെ നിന്നാ പോരാ മോനെ, അങ്ങനെ നിന്നാ പോരാ, കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ പറഞ്ഞു. 1000 മുഴം വീണ്ടും മുന്നോട്ട് പോകുമ്പോ പ്രവാചകന്റെ മുട്ടോളം വെള്ളം. ദൂതൻ പറഞ്ഞു, മുട്ടോളം വെള്ളത്തിൽ ആശ്വസിച്ച് നിൽക്കരുത്, ഇത്രയും മതി എന്ന് വിചാരിക്കരുത്, ഇനി മുന്നോട്ട് പോവുക. മുന്നോട്ട് പോകുമ്പോ ഇത് അരയ്ക്കൊപ്പം വെള്ളം. പ്രവാചകൻ ഇത് തന്നെ അധികമാണ്. കാരണം അരയ്ക്കൊപ്പം വെള്ളം സ്വപ്നം കാണാൻ പറ്റുന്ന കാര്യമല്ല ഇത്. അപ്പൊ അദ്ദേഹം ആ ജലധാരയിൽ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് ദൂതൻ പറയുകയാണ്, തൃപ്തിപ്പെടരുത്, ഇതുകൊണ്ട് തൃപ്തിപ്പെടരുത്, മുന്നോട്ട് പോകും. മുന്നോട്ട് പോകുമ്പോ തോളപ്പം വെള്ളം. പ്രവാചകന് വന്ന സന്തോഷത്തിന് കൈയും കണക്കുമില്ല. ദൂതൻ പറയുകയാണ്, മോനെ, ഇതുകൊണ്ട് തൃപ്തിപ്പെടരുത്, കുറച്ചുകൂടെ മുന്നോട്ട് പോവുക.
പ്രവാചകൻ വീണ്ടും മുന്നോട്ട് പോയപ്പോ നീന്തിയാ പോലും കടക്കാൻ പറ്റാത്തൊരു മഹാപ്രവാഹമായി ആ നദി മാറി. ജലധാര അനർഗളമായി പ്രവഹിക്കുന്ന ഈ ജലത്തിന്റെ ഒഴുക്ക്, അതിനകത്ത് നീന്തിയാ പോലും കടക്കാൻ പറ്റാത്ത വലിയ മഹാനദിയായിട്ട് ഇത് മാറി. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈശോ കൂടാരത്തിരുനാളിൽ എഴുന്നേറ്റ് എന്ന് പറയുന്നത്. എന്നിൽ വിശ്വസിക്കുന്ന മകനെ, മകളെ, നീ വിശ്വസിച്ചോളുക, നിന്റെ ഹൃദയത്തിൽ നിന്നൊരു നദി ഒഴുകും. നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു നദി ഒഴുകും. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു നദി ഒഴുകും, നദി ഒഴുകും. ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പരാധീനത എന്താന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യാനിക്ക് ചുറ്റും പരിമിതിയുടെയും പരിധിയുടെയും വേലി കെട്ടിയിട്ടുണ്ട്. ഒത്തിരി കുഞ്ഞു മക്കൾ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. മക്കളെ, അച്ഛൻ പറയുന്ന കാതു തുറന്ന് നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിന് ചുറ്റും ഒരു വേലി കെട്ടി അവരുടെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ആവരുത്. നിങ്ങൾ വിശാലമായിട്ട് വളരണം. നിങ്ങളൊരു ചെറിയ അരുവിയായിട്ട് അവസാനിക്കരുത്. നിങ്ങൾ മഹാനദിയാവണം. അതിനാണ് അച്ഛൻ ഈ രാത്രിയിൽ ഇത് പറയുന്നത്. ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ചതി പറഞ്ഞേ ഹല്ലേലൂയാ. പഴയ നിയമത്തിൽ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് യാബസ് എന്നാണ്. യാബസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ. ഈ യാബസ് കർത്താവിന്റെ സന്നിധിയിൽ ഒരിക്കലൊരു പ്രാർത്ഥന നടത്തി. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്. യാബസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഈ യാബസ് ദൈവസന്നിധിയിൽ നിന്ന് ഒരിക്കൽ ഒരു പ്രാർത്ഥന നടത്തുകയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-ാം വാക്യം. 1 ദിനവൃത്താന്തം 4:9 വായിക്കാമോ? യാബസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. മക്കളെല്ലാം കേട്ടോണം. യാബസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവനെ എങ്ങനെ വിളിച്ചു? യാബസ് എന്ന് വിളിച്ചു. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അവനെന്താ പ്രാർത്ഥിച്ചത്? ദൈവമേ, എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണേ. ഇങ്ങോട്ട് നോക്കിക്കേ. യാബസ്, യാബസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം വേദന തിന്നുന്നവൻ. ഈ അമ്മ സാധാരണ മക്കളെ പ്രസവിക്കുമ്പോൾ ഉള്ള വേദനയേക്കാൾ കൂടുതൽ ഈ ചെറുക്കനെ പ്രസവിച്ചപ്പോൾ അനുഭവിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ വേദന, അത്രയും വേദനയായിരുന്നുകൊണ്ട് അമ്മ എന്ത് ചെയ്തു? കൊച്ചിന് പേരിട്ടപ്പോ അവൻ പേരിട്ട് യാബസ്. നമുക്കിപ്പോ യാബസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നല്ല പേരാണ് നമ്മൾ വിചാരിക്കുന്നത്. അവന്റെ ഭാഷയിൽ അവന് നാണക്കേടാണ് ഈ പേര്. സ്കൂളിൽ ചെല്ലുമ്പോ വേദന തിന്നുന്നവൻ പ്രസന്റ് സാർ എന്ന് നാണക്കേടാണ് ഈ പേര്. കാരണം ആജീവനാന്തം അവന്റെ അമ്മ അവനെ പ്രസവിച്ചിട്ട് ആജീവനാന്തം ഒരു നാണക്കേട് അവന്റെ തല വെച്ച് കൊടുത്തിരിക്കുകയാണ്. എന്താണ് അവന്റെ പേര്? ഹലോ, എന്താ പേര് അവന്റെ? യാബസ്. യാബസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വേദന തിന്നുന്നവൻ. ഇനി വേദന തിന്നോണ്ടിരിക്കുകയാണ്. അപ്പോ അമ്മ അവനെ പ്രസവിച്ച, ഇനി ആ അമ്മ അവനെ പ്രസവിച്ചതിന്റെ വേദന മാത്രം ആവണമെന്നില്ല. ആ കാലത്ത് കുടുംബത്തിൽ ഭയങ്കര പ്രയാസമായിരിക്കും, വീട്ടിൽ നല്ല കഷ്ടപ്പാടായിരിക്കും. ഈ ചെറുക്കൻ പിറന്നു വീണത് ദാരിദ്ര്യത്തിലോട്ടായിരിക്കും. ഇല്ലായ്മയുടെയും ദുരിതത്തിന്റെയും കണ്ണീരിന്റെയും ഒരു വീട്ടിലേക്ക് പിറന്നു വീണ കുഞ്ഞിന് അമ്മ പേരിട്ടു യാബസ്. അപ്പൊ ഇവന്റെ പേര് ഒരു അവലക്ഷണം പിടിച്ച പേരാണ്, ഒരു കൊള്ളരുതാത്ത പേരാണ്, ലക്ഷണമില്ലാത്ത പേരാണ്. അപ്പൊ വേദന തിന്നുന്ന വീടാണ് ഇവന്റെ, വേദന തിന്നൊരു അമ്മയാണ് ഇവന്റെ, ഒത്തിരി കണ്ണുനീരുള്ള കുടുംബമാണ് ഇവന്റെ. ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ ഒരു കുടുംബത്തിൽ പിറന്നു വീണ ഒരു കുഞ്ഞ്, അവൻ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ല, ഈ കുടുംബത്തിന് ഒരു വേലിയുണ്ട്, ആ വേലിക്കകത്ത് ഞാനൊരു ദാരിദ്ര്യം പിടിച്ചവനായിട്ട് വേദനയും തിന്ന് ജീവിച്ചോളാം. അവൻ അങ്ങനെ വിചാരിച്ചില്ല. എല്ലാവരും എന്നെ ശ്രദ്ധിച്ചേ. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അതിന്റെ അവസാനം എന്താ എഴുതിയേക്കെന്ന് അറിയാമോ? ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. ബൈബിളിൽ ദൈവം പ്രാർത്ഥന കേട്ടു എന്നും പറഞ്ഞിരിക്കുന്ന ഒരു 5-6 പ്രാർത്ഥനയേ ഉള്ളൂ. കേട്ടു എന്നും പറഞ്ഞിരിക്കുന്ന ഒരു 1-ാം തരം പ്രാർത്ഥനയാണിത്. അപ്പൊ ഇത് അന്ന് യാബസ് പ്രാർത്ഥിച്ചപ്പോ കേട്ടെങ്കിൽ, മോനെ, മോളെ, നീ ഇന്ന് പ്രാർത്ഥിച്ചാൽ ഇത് കേൾക്കും. എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. മാതാപിതാക്കൾ കെട്ടിയ വേലിക്കകത്ത്, ഞാൻ പറയുന്നത് അനുസരണക്കേട് കാണിക്കണമെന്നല്ല, മറിച്ച് മാതാപിതാക്കള് നിങ്ങൾക്കൊരു വേലി കിട്ടിയിട്ടുണ്ട്. അതായത് നീ ഇത്രയേ ഉള്ളൂ. ടീച്ചേഴ്സ് നിനക്കൊരു വേലി കിട്ടിയിട്ടുണ്ട്, നീ ഇത്രയേ ഉള്ളൂ.
നിന്റെ പള്ളിയിലുള്ള നിന്റെ സഹപാഠികള്, നിന്റെ കൂട്ടുകാര് നിനക്കൊരു വേലി കെട്ടിയിട്ടുണ്ട്, നീ ഇത്രയേ ഉള്ളൂ. എന്നാൽ ദൈവം പറയുന്നത് നിനക്ക് ഒരു വേലി കെട്ടൽ ഇല്ല, നിനക്കൊരതിരില്ല. യെശയ്യാ 54:2 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. നിന്റെ കൂടാരത്തിന്റെ അതിരുകൾ വിസ്തൃതമാക്കുക, തിരശീലകൾ വിരിക്കുക. ദൈവത്തിന്റെ വാക്കുകളാണത്. നിന്റെ കൂടാരത്തിന്റെ അതിരുകൾ വിസ്തൃതമാക്കുക, തിരശീലകൾ വിരിക്കുക, നീ അതിര് ഭേദിച്ച് വ്യാപിക്കും. കുഞ്ഞുങ്ങളെല്ലാം ഉറക്കെ പറഞ്ഞേ, ഞാൻ. ഇങ്ങനൊന്നും പറയരുത്. ഞാൻ. ഉറക്കെ പറ, ഞാൻ അതിര് ഭേദിച്ച് വ്യാപിക്കും. എന്നോട് പറഞ്ഞേ, ഞാൻ. ഇതൊന്നും പോരാ. ഞാൻ അതിര് ഭേദിച്ച് വ്യാപിക്കും. എന്നോട് പറഞ്ഞേ, ഞാൻ അതിര് ഭേദിച്ച് വ്യാപിക്കും. ഞാൻ അതിര് ഭേദിച്ച് വ്യാപിക്കും. യാബസ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുകയാണ്, യാബസിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്: ഈ അരുവി ആരംഭിക്കുന്ന അവസ്ഥയിൽ മരണം വരെ ജീവിക്കരുത്. കാൽപാദം നനയ്ക്കുന്ന ഒരു അരുവിയിൽ തൃപ്തിപ്പെടരുത്. മുട്ടോളമുള്ള ഒരു അരുവിയിൽ തൃപ്തിപ്പെടരുത്. അരയ്ക്കൊപ്പമുള്ള ഒരു അരുവിയിൽ തൃപ്തിപ്പെടരുത്. തോളൊപ്പം ഈ അരുവി വളർന്നാൽ തൃപ്തിപ്പെടരുത്. നീന്തിയാൽ പോലും കടക്കാൻ പറ്റാത്തൊരു മഹാനദിയായിട്ട് എന്റെ കൺമുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ മാറണം. ഈശോ പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ഈ മഹാനദി ഒഴുകും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കുന്നന്താനത്ത് പരിപാലനാ ഭവനിലെ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കായിരുന്നു. പരിപാലനാ ഭവൻ, ഞാൻ മിക്കവാറും എൻ്റെ പ്രസംഗങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. 2 സ്ഥലത്ത് പോയിട്ട് മരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തിരുവനന്തപുരത്ത് ഒരു പൊസേന്തിയച്ഛനുണ്ട്. 10-30 കൊല്ലമായിട്ട് തളർന്നു കിടക്കുന്ന ഒരു അച്ഛനാണ്. അച്ഛനെ കണ്ടിട്ടേ മരിക്കാവൂ, അല്ലെങ്കിൽ കാല് മടക്കി അടിക്കും. മേളിൽ ചെല്ലുമ്പോൾ നേരെ നരകത്തിലോട്ട് പോകും. കണ്ടിട്ടേ മരിക്കാവൂ. രണ്ടാമത്തേത് ഇതാണ്, ഈ പരിപാലനാ ഭവൻ കണ്ടിട്ടേ മരിക്കാവൂ. അവിടെ ചെന്നിട്ട് ആ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ചെയ്യുന്ന ശുശ്രൂഷയൊക്കെ കണ്ടിട്ട്, അവിടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ടേ മരിക്കാവൂ. ഒരുമാതിരിപ്പെട്ട സങ്കടമൊക്കെ അവിടെ ചെന്നാൽ മാറും. നമ്മളെക്കാൾ എത്രയോ മെച്ചപ്പെട്ടവരാണ്, നമ്മളെക്കാൾ എത്രയോ ഗതികെട്ടവരാണ് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ. നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര മെച്ചപ്പെട്ടവരാണെന്ന് മനസ്സിലാവും. നമ്മുടെ ജീവിതത്തിന് ദൈവം തന്ന കൃപയുടെ ബലം എന്താണെന്ന്, ഭാഗ്യം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. അവിടെ വിൽസനച്ചൻ കുർബാന ചൊല്ലുന്ന സമയത്ത് ഒരു കുഞ്ഞ് പാട്ടുപാടി, മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ എൻ്റെ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകൾ എൻ്റെ മുഖത്തെങ്ങും വിങ്ങുന്ന വേദനയായി. സ്നേഹത്തോടെ ഈശോ എനിക്ക് ആ മുത്തം തന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഈശോ എന്താണ് ഇതിന്റെ പേര്? അപ്പൊ ഈശോ പറഞ്ഞു, അതിന്റെ പേരാണ് സഹനം. ഇങ്ങനെ പാട്ടുപാടി. ആ കുഞ്ഞിന്റെ മുഖം വികൃതമാണ്. ആ കുഞ്ഞിന് ലോകപ്രകാരം, ലോകത്തിന്റെ സൗന്ദര്യശാസ്ത്രം അനുസരിച്ച് വലിയ സൗന്ദര്യമൊന്നുമില്ല. വള്ളി പോലിരിക്കുന്ന ഒരു കുഞ്ഞ്, മുഖമൊക്കെ വളരെ വികൃതമാണ്. ആ കുഞ്ഞിനെ കുറിച്ച് സിസ്റ്റർ പറഞ്ഞു, ആ കുഞ്ഞ് പ്രസവിച്ച് ആ കുഞ്ഞിനെ പെറ്റിട്ട് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോ, ഈ വികൃത രൂപം കണ്ടപ്പോ അമ്മ തിരിഞ്ഞു കിടന്നു. തിരിഞ്ഞു കിടക്കുമ്പോൾ അമ്മ പറഞ്ഞു, ഇനി ഇത് മരിച്ചിട്ട് ഞാൻ നിവർന്നു കിടക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അമ്മയെ വേണമല്ലോ, കുഞ്ഞിനെ കളയാന്ന് വിചാരിച്ചു. കുഞ്ഞിനെ എടുത്തോണ്ട് എവിടെങ്കിലും എറിഞ്ഞ് കളയാൻ പോവാണ്. അന്നേരം ഒരാൾ പറഞ്ഞു, കുന്നന്താനത്ത് പരിപാലനാമോ ഉണ്ട്, പെറ്റതള്ള കൊടുക്കുന്നതിനേക്കാൾ സ്നേഹം കൊടുത്ത് സിസ്റ്റേഴ്സ് വളർത്തിക്കോളൂ എന്ന് പറഞ്ഞു. കൊണ്ടുകൊടുത്തു. അങ്ങനെ കിട്ടിയ കുഞ്ഞാണ്. ആ കുഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞപ്പോ അമ്മ നിവർന്നു കിടന്നു. അങ്ങനെ കിട്ടിയ കുഞ്ഞാണിത്. ആ കുഞ്ഞ് ഈശോയെ അറിഞ്ഞ് വളർന്നു, ഈശോയെ ആരാധിച്ച് വളരുന്നു, ഭർത്താവിന്റെ സ്നേഹം അനുഭവിച്ച് വളരുന്നു. പെറ്റതള്ള കൊടുക്കുന്നതിലും സ്നേഹം ചങ്കിൽ നിന്ന് ഈ അമ്മമാർ ഒഴുക്കി കൊടുക്കുന്നു. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയാമോ? സിസ്റ്റർ മേരി ലിറ്റി എന്ന് പറയുന്ന ഒരമ്മ, ഒരു കന്യാസ്ത്രീ. ആ കന്യാസ്ത്രീ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോ ആ സിസ്റ്ററിന്റെ ചങ്കിൽ നിന്നൊഴുകിയതാണ് പരിപാലനാഭവനുകൾ. ചങ്കിൽ നിന്നൊഴുകിയ നദികളാണ് ഈ പരിപാലനാഭവനുകൾ എന്ന് പറഞ്ഞാൽ. 100 കണക്കിന് ആർക്കും വേണ്ടാത്ത, മാതാപിതാക്കൾക്ക് വേണ്ടാത്ത. ഞാനൊരു കുഞ്ഞിനെ ഇന്നാളി ചെന്നപ്പോൾ കണ്ടു. ആ കുഞ്ഞിനെ അമ്മ
ഒരു മരത്തെ കെട്ടിയിട്ടിട്ട് വല്ല പട്ടിയും കടിച്ച് കളഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് ആ അമ്മ മരത്തെ കെട്ടിയിട്ടിരിക്കുന്നു. ഉറുമ്പെല്ലാം വന്ന് ആ കുഞ്ഞിനെ പൊതിഞ്ഞ്, കൈക്കുഞ്ഞാണ്, അതിനെ പൊതിഞ്ഞപ്പോൾ നാട്ടുകാർ കണ്ടുപിടിച്ച് എത്തിച്ച. അങ്ങനെ ആർക്കും വേണ്ടാത്ത പാവപ്പെട്ട മക്കളെ ചങ്കലിട്ട് വളർത്തുന്ന ഒരൊറ്റ ജോലിക്കാരില്ല, ജോലിക്ക് സഹായിക്കാൻ ആരുമില്ല. അടുക്കള ഭക്ഷണം വെക്കുന്ന ഈ അമ്മമാര് തന്നെയാണ്. കഴിഞ്ഞ 33 വർഷമായിട്ട് ആ ഹൗസിൽ നിത്യാരാധന മുടങ്ങിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ കഷ്ടപ്പാട് മുഴുവൻ കഴിഞ്ഞ് പാതിരാത്രികളിൽ 3 മണിക്കൂർ സിസ്റ്റേഴ്സ് ഈശോയുടെ മുമ്പിൽ ആരാധനയ്ക്ക് മുട്ടുകുത്തും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ അവിടെ ധ്യാനം നടത്തുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ വചനത്തിന്റെ അർത്ഥം ഇതാണ്. യോഹന്നാൻ 7:37 മുതലുള്ള വചനത്തിന്റെ അർത്ഥം ഇതാണ്. യേശുവിൽ വിശ്വസിച്ച ഒരു കന്യാസ്ത്രീയുടെ ചങ്കിൽ നിന്ന് ഒഴുകിയതാണ് ഈ മഹാനദി. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ചെറിയ 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 അരുവികളായിട്ട് മരിച്ചു. നമ്മുടെ ചങ്കിൽ നിന്നും ഈ നദി ഒഴുകുമായിരുന്നു. പ്രിയപ്പെട്ട അമ്മയെ, നിന്റെ ചങ്കിൽ നിന്ന് ഈ നദി ഒഴുകുമായിരുന്നു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഹൃദയത്തിൽ നിന്നും ഈ നദി ഒഴുകുമായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ചെറിയ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നമ്മൾ തൃപ്തിപ്പെട്ടു. നമുക്ക് നദിയൊന്നും വേണ്ട. എന്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞു മക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നദി ഒഴുകും. അച്ഛനെ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നദി ഒഴുകും. അതിനെന്ത് ചെയ്യണമെന്നറിയാം? അതിന് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് കർത്താവിനെ സ്നേഹിച്ചാൽ മതി. നിങ്ങളുടെ ചങ്കിൽ നിന്ന് നദി ഒഴുകാൻ തുടങ്ങും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുത്ത് വാ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഇതൊരു മഹാനദിയായിട്ട് മാറും, വലിയൊരു നദിയായിട്ട് മാറും. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങൾ വലിയ നദിയായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തിരി വട്ടം വരച്ച് അതിനകത്ത് ജീവിച്ച് തീരരുത് എന്ന് പറയാനാണ് ഈ സന്ധ്യ. ഒരിത്തിരി വട്ടം വരച്ചിട്ട് അതിനകത്ത് ഇത്രയും മതിയെന്നും പറഞ്ഞ് തീരരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രകാരം ഒരു വചനം വെളിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ തോട് നദിയാവും, നദി സമുദ്രമാകും. ദൈവത്തിന്റെ വചനം പറയുകയാണ്, എൻ്റെ തോട് നദിയാവും, നദി സമുദ്രമാകും. ഉപദേശം കൃപ പോലെ എന്നിലേക്ക് കവിഞ്ഞൊഴുകും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രഭാഷകന്റെ പുസ്തകം 24-ാം അധ്യായം 31-ാം തിരുവചനം. പ്രഭാഷകൻ 24:31. ഞാൻ എൻ്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞതെന്നറിയാമോ? ഞാൻ ഇത്തിരി കപ്പിനകത്ത് വെള്ളം ഒഴിച്ച് ആദ്യം ഈ ചെടിക്കൊക്കെ ഒന്ന് നനയ്ക്കാന്ന് ഞാൻ പറഞ്ഞു. ആദ്യം അങ്ങനെ പറഞ്ഞു. അതായത് ഞാനെല്ലാം ചെറുതായിട്ടൊന്ന് നനയ്ക്കട്ടെന്ന് പറഞ്ഞു. ആദ്യം അങ്ങനെ പറഞ്ഞു. ഞാൻ എൻ്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഇതാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. ഇതാണ് സാധ്യത. ഞാൻ നനയ്ക്കാന്നൊക്കെ പറഞ്ഞാ തുടങ്ങിയത്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ തുടങ്ങിയപ്പോൾ അയാൾ വിചാരിച്ചു ചെറുതായിട്ടൊക്കെ ഒന്ന് ഇവിടെയൊക്കെ ഈ പരിസരമൊക്കെ ഒന്ന് നനയ്ക്കാന്ന് വിചാരിച്ചു അയാൾ തുടങ്ങിയത്. അയാൾ നോക്കി നിൽക്കെ അയാളുടെ തോട് നദിയായി, അയാളുടെ നദി സമുദ്രമായി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് സാധ്യതകൾ നിക്ഷേപിച്ചാണ് കർത്താവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ അരുവികളായിട്ട് മരിക്കുന്നു. അപ്പൊ ഈശോ പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് നദി ഒഴുകും. യേശുവിൽ വിശ്വസിച്ചാൽ, യേശുവിനെ സ്നേഹിച്ചാൽ, യേശുവിനോട് ചേർന്ന് നിന്നാൽ, യേശുവിനെ ആരാധിച്ചാൽ, യേശുവിനെ ഹൃദയത്തിന്റെ ഭാഗമാക്കിയാൽ നമുക്ക് നദി ആവാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥ വരും. അതായത് നദി ആവാൻ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ തന്നെ നദിയാവും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നദികൾ ഒഴുകാൻ തുടങ്ങും. യേശുവിനെ യഥാർത്ഥമായി സ്നേഹിച്ചാൽ നദിയാവാതിരിക്കാൻ നിവൃത്തിയില്ല, നദിയായി പോവും. യേശുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് നദിയാവണ്ടേ? നദിയായാൽ എസെക്കിയേൽ 47 വായിക്കുകയാണ്, നദിയായാൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. 6-ാമത്തെ വാക്യം. അവൻ എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, നീ ഇത് കണ്ടോ? പിന്നെ അവൻ എന്നെ നദീതീരത്തൂടെ തിരിച്ചു കൊണ്ടുവന്നു. എന്താ സംഭവം എന്നറിയാം? ഇങ്ങോട്ട് നോക്കിയേ. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. ദേവാലയത്തിന്റെ വെളിയിൽ നിൽക്കുകയാണ് പ്രവാചകൻ. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇപ്പൊ വന്നത്. വന്നപ്പോ എന്ത് ചെയ്തു? ഈ നദി വലുതായി 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 ഈ മഹാപ്രവാഹം ഉണ്ടായി. അതിനകത്ത് ഇങ്ങനെ നീന്തി തുടിച്ച് പ്രവാചകൻ ഈ നദിക്കകത്ത് കിടക്കുമ്പോ ദൂതൻ പറഞ്ഞു, തിരിച്ചു പോകണ്ടേ എന്ന് പറഞ്ഞു. തിരിച്ചു വാ. തിരിച്ചു പോകുമ്പോ പ്രവാചകൻ ഇങ്ങനെ കാണുകയാണ്,
ആ നദിയുടെ ഇരുകരയിലും ഒരുപാട് വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്നത് കണ്ടു. അങ്ങോട്ട് പോയപ്പോൾ വൃക്ഷമില്ലായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ കാണുകയാണ് നദിയുടെ രണ്ട് കരയിലും ഇഷ്ടം പോലെ വൃക്ഷങ്ങൾ. നീ നദിയായാൽ നിനക്ക് ചുറ്റും അനേകം വൃക്ഷങ്ങൾ വളരും. അനേകരുടെ ജീവിതം നീ മൂലം രക്ഷപ്പെടും. അനേകരുടെ ജീവിതം നിന്റെ കുടുംബം മൂലം അനുഗ്രഹിക്കപ്പെടും. അനേകരുടെ ജീവിതം നീ മൂലം നിത്യതയിലെത്തും. പാപത്തിലും ശാപത്തിലും പൈശാചിക കെട്ടുകളിലും സാത്താൻ കെട്ടിയിട്ട 10,000-കണക്കിന് കുടുംബങ്ങൾ നീ ഒരു നദിയായാൽ ഇരുകരയിലും വടവൃക്ഷം പോലെ അവിടെ വളരും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവ് ഈ രാത്രിയിൽ ഞാൻ ഈ കുഞ്ഞുങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളെയൊന്നും വേണ്ട, എനിക്ക് ഇവരെ മതി. അതായത് ഈ മക്കള് നദിയാവണം. നമ്മള് ഭൂമിക്ക് വേണ്ടി ജീവിച്ചു. മാതാപിതാക്കളെ, നിങ്ങൾ ഭൂമിക്ക് വേണ്ടി ജീവിച്ചു. നിങ്ങൾ എന്നോട് സത്യസന്ധമായിട്ട് പറ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടോ ഭൂമിക്ക് വേണ്ടി ജീവിച്ചിട്ട്? നിങ്ങൾ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു. നിങ്ങൾ എന്നോട് സത്യം പറ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടോ കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ട്? നിങ്ങൾ സത്യം പറ, കള്ളം പറയരുത്. കെട്ടിയവൻ കാണുമെന്ന് വിചാരിച്ച് നിങ്ങൾ നുണയൊന്നും പറയണ്ട. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കൊള്ളാവുന്നതിന് വേണ്ടി ജീവിക്കുക. ലോകത്തെ ഏറ്റവും അർത്ഥമുള്ളതിന് വേണ്ടി ജീവിക്കുക. ലോകത്തെ ഏറ്റവും മൂല്യമുള്ളതിന് വേണ്ടി ജീവിക്കുക. ഈ ജീവിതത്തിൽ അനുഗ്രഹം, നിത്യതയിൽ അനുഗ്രഹം. നശിച്ചു പോകുന്നൊരു ഭൂമിക്ക് വേണ്ടി ജീവിക്കാതെ, കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം 19-ാം തിരുവചനത്തിൽ പൗലോസ് പറയും, നിങ്ങൾ ഈ ലോകത്തെ പ്രതിയാണ് ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നതെങ്കിൽ ഭൂമിയിലെ സകല മനുഷ്യരെക്കാളും നിങ്ങൾ നിർഭാഗ്യരാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ കുറച്ച് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിലെ സകല മനുഷ്യരെക്കാളും ഭാഗ്യം കെട്ടവരാണ്. ഈ ഭൂമിക്ക് വേണ്ടി മാത്രമല്ല, ഈ ഭൂമിക്കപ്പുറത്ത് ഒരു ജീവിതം, നിത്യത, സ്വർഗം, യേശുവിനോടൊത്തുള്ളൊരു ജീവിതം, ആത്മാവിന്റെ നിത്യമായ ആനന്ദം, അർത്ഥമുള്ള കാര്യത്തിന് വേണ്ടി ജീവിക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഞായറാഴ്ചകളിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ട്യൂഷന് വിടുമ്പോ നിങ്ങൾ അർത്ഥമില്ലാത്തതിനു വേണ്ടി ജീവിക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന മാതാപിതാക്കൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് നിങ്ങളുടെ കുട്ടികള് വഷളായത് മുഴുവൻ വിദ്യാലയങ്ങളിൽ നിന്നല്ലേ? എന്നോട് സത്യം പറ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ അശ്ലീല സിനിമ കാണാൻ വീട്ടിൽ പഠിപ്പിച്ചോ? ഇല്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ മാതാപിതാക്കളെ ധിക്കരിക്കാനും അധ്യാപകരെ തെരുവിളിക്കാനും സകലമാന കന്നത്തരങ്ങളും കാണിക്കാൻ നിങ്ങൾ അറിഞ്ഞാൽ, പച്ചയ്ക്ക് മക്കൾ പോകുന്ന വഴി അറിഞ്ഞാൽ നീ ബോധം കെട്ട് അവിടെ വീണ് മരിച്ചു. ഞാൻ കഴിഞ്ഞ 12 കൊല്ലമായിട്ട് എൻ്റെ മുഴുവൻ ശുശ്രൂഷയുടെയും കേന്ദ്രം കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരുമാണ്. എനിക്ക് ഒത്തിരി മക്കളുടെ സ്വകാര്യത അറിയാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, മക്കള് നേരെ നല്ല ട്രാൻസ്പെയറന്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്നാൽ നിങ്ങൾ തീരും, അന്ന് തീരും. മക്കള് കൊള്ളരുതാത്തതെന്ന് ഞാൻ പറയുന്നുമല്ല, പക്ഷേ നമ്മൾ കാണാത്തൊരു ലോകമുണ്ട് കുഞ്ഞുങ്ങൾക്ക്, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തൊരു ലോകമുണ്ട് നിങ്ങളുടെ മക്കൾക്ക്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അവര് തോന്നിയാസം കാണാൻ പഠിപ്പിച്ചോ? അശ്ലീലം കാണാൻ പഠിപ്പിച്ചു? ഇല്ലല്ലോ. ഇത് മുഴുവൻ എവിടെ നിന്ന് കിട്ടിയെന്നറിയോ? വിദ്യാലയങ്ങളിൽ നിന്നാണ് കിട്ടിയത്. നമ്മന് സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റുമോ? സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ കാലത്ത് വിട്ടേ പറ്റും. അല്ലെങ്കിൽ ഇനി സമാന്തരമായി എന്തെങ്കിലും സംവിധാനം ഉണ്ടാവുന്നവരെ ഇനി സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റില്ല. സ്കൂളിൽ വിടുന്നതിനോടൊപ്പം തന്നെ അതേ ഊർജം എടുത്ത്, ഒരുപക്ഷെ അതിനേക്കാൾ ഊർജം എടുത്ത് വേദപുസ്തകം പഠിപ്പിക്കുകയും ദൈവത്തെ കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കിട്ടാൻ വലിയ പാടാണെന്ന് ഒത്തിരി നിരാശയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ദൈവത്തെ കൊടുക്കണം. ഞായറാഴ്ച ദിവസം ശ്രദ്ധിച്ച് കേൾക്കണം. ഞായറാഴ്ച ദിവസം നമ്മൾ കൊച്ചിനോട് പറയുകയാണ്, കൊച്ചെ നീ കാറ്റഗിസത്തിന് പോയില്ലെങ്കിലും കുഴപ്പമില്ല, കുർബാനയ്ക്ക് ഇപ്പോൾ പോയില്ലെങ്കിലും കുഴപ്പമില്ല, വൈകിട്ടത്തെ കുർബാനയ്ക്കാണ് പോയാൽ മതി. ഇങ്ങനെ വെച്ചോ, കുർബാനയ്ക്ക് പോകുന്നുണ്ട്, നീ വൈകിട്ടത്തെ കുർബാനയ്ക്ക് പോയാൽ മതി. രാവിലെ മറ്റേ ക്ലാസ്, വൈകിട്ടത്തെ കുർബാനയ്ക്ക് പോയാൽ മതി എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ അറിയാതെ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? അറിയാതെ നമ്മൾ മക്കളോട് പറയുകയാണ്, ഇതാണ് പ്രധാനപ്പെട്ടത്, മറ്റേത് സെക്കൻഡറി. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് നമ്മൾ അറിയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? മക്കളോട് നമ്മൾ പറയുകയാണ്, മക്കളെ ഇതാണ് പ്രധാനപ്പെട്ടത്. മനസ്സിലായില്ലേ? ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുന്നത് രണ്ടാമത്തെ കാര്യം. അതിപ്പോ പോയില്ലേലും കുഴപ്പമില്ല, വൈകിട്ടായാലും കുഴപ്പമില്ല, ഇതാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ മക്കൾ നേരെ ആവണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ദൈവമാണ് പ്രധാനമെന്ന്, ദൈവമാണ് ഒന്നാമത്തേതെന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളിൽ നിന്ന് കണ്ടു പഠിക്കണം, കേട്ട് പഠിക്കണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നദിയാവാൻ മക്കളെ പഠിപ്പിക്കണം. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ.
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകാര്യങ്ങൾ പഠിപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോയോടുള്ള അടുപ്പത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരമ്മ ആറ്റ് നോറ്റിരുന്ന് കുഞ്ഞിനെ കിട്ടിയതാണ്. സാമുവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നോക്കണ്ട, അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന. അമ്മയുടെ പേര് ഹന്ന എന്നാണ്. ഹന്ന എന്ന് പേരുള്ള ഒരമ്മ ദേവാലയത്തിലിരുന്ന് ചങ്ക് പൊട്ടി കരഞ്ഞു ഒരിക്കൽ. ആ പ്രാർത്ഥനയ്ക്കകത്ത് അവരുടെ സങ്കടം, ഹൃദയം മുഴുവൻ നിറഞ്ഞ സങ്കടം ഇതായിരുന്നു: കുഞ്ഞില്ലല്ലോ കർത്താവേ, കുഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞൊരമ്മയാണത്. ആ അമ്മ കരഞ്ഞു. അവരുടെ ഹൃദയവിചാരങ്ങൾ ദൈവസന്നിധിയിൽ പ്രകടിപ്പിച്ച് അവൾ ചങ്കുവെട്ടി അങ്ങനെ കരഞ്ഞു. കരഞ്ഞപ്പോ കൃത്യം 1 വർഷം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെയും കൊണ്ട് ആ ദേവാലയത്തിൽ വരാനുള്ള ഭാഗ്യം കിട്ടി. ആ ദേവാലയത്തിൽ വന്നിട്ട് അവള് ഒരുപാട് വർഷങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ശേഷം കിട്ടിയ ആ കുട്ടിയെ അവൾ പറയാണ്, 28-ാം വാക്യം, സാമുവേലിന്റെ 1-ാം പുസ്തകം 28-ാം വാക്യം: ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു, ആജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും. അവർ കർത്താവിനെ ആരാധിച്ചു. എന്നെ ശ്രദ്ധിക്കണം, ഞാൻ ഇനി ഈ സാമുവേൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഉള്ളൊരു ഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാം. ഇപ്പൊ ശ്രദ്ധിക്കുക, ഇത് കുഞ്ഞാണ്. ഇപ്പൊ ഇവൻ ആരാണ്? കൈക്കുഞ്ഞാണ്. ഈ കൈക്കുഞ്ഞിനെ കൊണ്ട് പള്ളിയിൽ വന്നിട്ട് ആ അമ്മ ആറ്റുനോട്ടിരുന്ന് കിട്ടിയ കുഞ്ഞാണ്. എന്നിട്ട് ഇനി ഒരു കുഞ്ഞുണ്ടാവുമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും മക്കളുണ്ടാവില്ലെന്ന് വിചാരിച്ചിരുന്ന ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോ പറയുകയാണ്, ദൈവമാണല്ലോ തന്നത്, അതുകൊണ്ട് ദൈവത്തിന് ഈ കുഞ്ഞിനെ കൊടുക്കുകയാണ്, ദൈവത്തിന് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആജീവനാന്തം എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് വരെ കർത്താവേ എൻ്റെ കൊച്ചു നിനക്കുള്ളതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ നല്ല വെളിച്ചമുള്ള അമ്മ ആ കുഞ്ഞിനെ കർത്താവിന്റെ സന്നിധി സമർപ്പിച്ചു. ഇനി സാമുവേലിന്റെ 1-ാം പുസ്തകം 12-ാം അധ്യായത്തിൽ സാമുവേൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് സാമുവേൽ വൃദ്ധനായിട്ട് ജരാനരകൾ ബാധിച്ച് സാമുവേൽ ആ സമൂഹത്തിന്റെ മുമ്പിൽ, ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. സാമുവേലിന്റെ 1-ാം പുസ്തകം 12-ാം അധ്യായത്തിൽ ശ്രദ്ധിച്ചു കേൾക്കുക. കേട്ടാ മതി, ശ്രദ്ധിച്ചു കേട്ടെ. സാമുവേൽ പറയുകയാണ്, ഇപ്പോൾ നിങ്ങളെ നയിക്കാൻ മക്കളെ ഒരു രാജാവുണ്ട്, ഞാൻ വൃദ്ധനായി, ജരാനരകൾ ബാധിച്ചു, എൻ്റെ പുത്രന്മാർ നിങ്ങളുടെ കൂടെയുണ്ട്, യൗവനം മുതൽ ഇന്ന് വരെ ഞാൻ നിങ്ങളെ നയിക്കുകയായിരുന്നു. ഇതാ കേൾക്കണേ, ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റ് ഈ ആയുസ്സിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുമ്പിൽ വെച്ച് ഇപ്പം വേണമെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിക്കോണം. എങ്ങനെ, ആർക്ക് ധൈര്യം കിട്ടും പ്രിയപ്പെട്ടവരെ അങ്ങനെ പറയാൻ? അതായത് ഒരു കോൺഗ്രിഗേഷനെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട്, ഒരു ജനത്തെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട്, ഇസ്രായേലിൽ 19 വർഷം ന്യായപാലനം നടത്തിയ ഒരു ന്യായാധിപൻ ജനത്തെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ്, ഞാൻ വർഷങ്ങളായിട്ട് മക്കളെ നിങ്ങളെ നയിച്ചു വരികയാണ്, ഇപ്പതേ പറഞ്ഞോണം, ഞാൻ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറ. അങ്ങനെ പറയുകയാണ് ഈ മനുഷ്യൻ പറയുകയാണ്, കർത്താവിന്റെ അവിടുത്തെ അഭിഷിക്തന്റെ മുമ്പിൽ വെച്ച് ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുവിൻ. ഞാൻ ആരുടെയെങ്കിലും കാളയെയോ കഴുതയോ അപഹരിച്ചിട്ടുണ്ടോ? ആരെയെങ്കിലും വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആരിൽ നിന്നെങ്കിലും കൈക്കൂലി വാങ്ങി സത്യത്തിന് നേരെ കണ്ണടച്ചിട്ടുണ്ടോ? ഇവയിലേതെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളത് എന്തും മടക്കിത്തരാം. അവർ ഏകസ്വരത്തിൽ ഇങ്ങനെ മറുപടി പറഞ്ഞു, അങ്ങ് ഞങ്ങളെ വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടില്ല, ആരിൽ നിന്നും യാതൊന്നും അപഹരിച്ചിട്ടില്ല. അവൻ അവരോട് പറഞ്ഞു, ഞാൻ തികച്ചും നിഷ്കളങ്കനാണെന്ന് നിങ്ങൾ കണ്ടു എന്നതിന് കർത്താവും അവിടുത്തെ അഭിഷിക്തനും സാക്ഷിയാണ്. അവർ പ്രതിവചിച്ചു, അതെ കർത്താവ് സാക്ഷി. ഈ കുഞ്ഞ് കർത്താവിന് കൊടുത്തൊരു കുഞ്ഞ്, ലോകത്തിന് വേണ്ടി ജീവിച്ചൊരു കുഞ്ഞല്ല, കർത്താവിന് വേണ്ടി ജീവിച്ചൊരു കുഞ്ഞ്. ആ കുഞ്ഞ് വലുതായിട്ട് മരിക്കാൻ നിൽക്കുന്ന സമയത്ത് ആ കുഞ്ഞ് ജനത്തെ വിളിച്ചു കൂട്ടിയിട്ട് പറയാണ് ഇപ്പൊ പറയണം, ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും എന്തെങ്കിലും ഇന്ന് വരെ കവർന്നെടുത്തിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിയാൽ ആ മക്കൾക്ക് ഇത് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കണം. അച്ഛനത് പറയാം എന്ന് നിങ്ങൾ പറയും, അച്ഛൻ പറഞ്ഞതാണ് ശരിയെന്ന് നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് ജരാനരകൾ ബാധിക്കുമ്പോൾ നിങ്ങൾ കുറ്റബോധത്തോടെ സമ്മതിക്കും. നിങ്ങളുടെ മക്കളെ ദൈവത്തെ അറിഞ്ഞ് വളർത്ത്. നിങ്ങളുടെ മക്കൾക്ക് ഇത്തിരി മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങളുടെ മക്കൾ ദൈവത്തെ അറിയട്ടെ. കാരണം മാർക്ക് ഇടുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. ദൈവം. ഞാനൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് എന്നോട് പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറയാണ്, തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക. എന്തിനാ? എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു നാട്ടിലാണിത്.
അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, ഇവിടെ വന്നിട്ട് ഈ നാട്ടിൽ വന്നിട്ട് എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങനെ ഇവിടെ വന്നേ? അപ്പൊ അദ്ദേഹത്തിന്റെ ജോലി പറഞ്ഞു, ഭയങ്കര ഒരു ജോലി, ശമ്പളവും പറഞ്ഞു, ഭയങ്കര ശമ്പളം, ഇംഗ്ലീഷ് അറിയത്തില്ല. ഞാൻ ചോദിച്ചു, എന്താ വിദ്യാഭ്യാസം? 10ാം ക്ലാസ് തോറ്റാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, 10ാം ക്ലാസ് ജയിച്ചവെന്നാ 1 മണിയില്ലേ നടക്കുന്നത്, തോറ്റവെന്നാണ് അവിടെ നിൽക്കുന്നത്. ആരായി കൊണ്ടുപോകുന്നതെന്നറിയാം? ഇവന്റെ തലവര നേരെയാക്കുന്ന ആരാ? ദൈവമാണ്. ദൈവം. മാർക്ക് എനിക്ക് അപ്പം മനസ്സിലായി, വെറുതെ ഞാൻ MA ഒക്കെ പഠിച്ചു, വെറുതെ പഠിച്ച് തോറ്റവെന്നാണ് നമ്മളൊക്കെ മേളിൽ കയറിയിരിക്കുന്നത്. പുസ്തകം എടുക്കാതിരിക്കരുത്, ഇതൊക്കെ കേട്ടിട്ട് പോയി. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് കർത്താവിന് വേണ്ടി നമ്മുടെ മക്കളെ വളർത്തണം. കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുക്കണം, ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. അതിനെന്തെന്നറിയാമോ? നമ്മുടെ കുടുംബത്തിൽ നമ്മളിത് ചെയ്ത് കാണിക്കാം. മാതാപിതാക്കളോട് ഞാനൊരു ഉപദേശം പറയുകയാണ്. അതായത് നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും നിങ്ങളുടെ മക്കള് നിങ്ങളുടെ മക്കൾ ദൈവ വഴിയിലേക്ക് വരണമെന്നില്ല. എന്നാൽ നിങ്ങൾ ദൈവ വഴിയിൽ നിന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മക്കൾ ദൈവ വഴിയിലേക്ക് വരും. അത് ഈ തള്ളക്കോഴി പോകുന്നതിന്റെ പുറകെ കോഴിക്കുഞ്ഞുങ്ങൾ പോകുന്ന പോലെ. തള്ളിക്ക് പുറകെ നിന്നിട്ട് കയറി പോകില്ലാരെന്ന് പറഞ്ഞാ അതിങ്ങനെ അങ്ങനെ നിൽക്കുക, അത് കയറി പോത്തില്ല. അമ്മ പോകാൻ പറയും, ഞങ്ങൾ പുറകെ വരാം. അത് പുറകെ വരൂ. ഇടയം പോകുന്ന വഴി ആട് വരുന്ന പോലെയാണ്. അപ്പൊ ഈ താറാവിനെ ഇങ്ങനെ പുറകിൽ നിന്ന് തള്ളിക്കൊണ്ട് പോകുന്ന പോലെ കൊണ്ടുപോകാൻ പറ്റില്ല. മറിച്ച് നിങ്ങൾ ദൈവ വഴിയിലേക്ക് ശ്രദ്ധ വെച്ചാൽ, നിങ്ങൾ ദൈവകാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ. ഇവിടെ എന്നെ കേൾക്കുന്ന അനേക ആളുകൾ ജോലിയെല്ലാം കഴിഞ്ഞ് റിട്ടയർഡായ ആളുകളുണ്ട്, ഇല്ലേ? പ്രിയപ്പെട്ട അമ്മേ, കർത്താവിന് വേണ്ടി ഇറങ്ങുക, ദൈവത്തിന് വേണ്ടി ഇറങ്ങുക. നീ ലോകത്തിന് വേണ്ടി ജീവിച്ചിട്ട് എന്ത് കിട്ടി? ദൈവത്തിന് വേണ്ടി ഇറങ്ങുക, ദൈവകാര്യത്തിന് വേണ്ടി ഇറങ്ങുക. എന്തെല്ലാം രീതിയിൽ നമുക്ക് ഇന്ന് കർത്താവിന്റെ ജോലി ചെയ്യാന്നറിയാം, എന്തെല്ലാം രീതി. ഇനി എന്താ ഇതിന്റെ പ്രതിഫലം എന്നറിയാമോ? പ്രതിഫലം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലിയിട്ടുള്ളവരെന്നെ കൈവയ്ക്കുക. ഇത്രയും പേരുണ്ടോ? കയ്യാത്തിട്ട്. കുരിശിന്റെ വഴിയിൽ യേശുവിന്റെ കുരിശു ചുമക്കാൻ സഹായിച്ച ഒരു ചേട്ടനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ആ ചേട്ടന്റെ പേര്? ശിമയോൻ. ശിമയോന് ഈ വരുന്ന ക്രിസ്മസിന് ഒരു കാർഡ് ഇടണം. അഡ്രസ് പറ. വെറും ശിമയോൻ എന്ന് പറഞ്ഞ ക്രിസ്മസ് കാർഡ് പോവോ? അഡ്രസ് പറ. കെവറീൻകാരനായ ശിമയോൻ, കെവറീൻകാരനായ ശിമയോൻ. ഇത്രയുള്ളോ? പിന്നെ അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായിരുന്ന ശിമയോൻ. ഇത്രയാണ് അഡ്രസ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. മാതാപിതാക്കൾ ദൈവകാര്യത്തിന് പ്രാധാന്യം കൊടുത്താൽ മക്കൾ ഓട്ടോമാറ്റിക്കലി കർത്താവിന്റെ വഴിയിലേക്ക് എത്തിക്കൊള്ളും. തൽക്കാലത്തേക്ക് അവർ ചെറിയ കുസൃതികളൊക്കെ കാണിച്ചാലും പൗലോസ്ലീഹ പറയുന്നത് പോലെ തൽക്കാലത്തേക്ക് പിശാച് തങ്ങളുടെ ഇഷ്ടനിർവഹണത്തിന് അവരെ ഉപകരണങ്ങളാക്കിയാലും അവർ സുബോധം വീണ്ടെടുത്ത് തിരിച്ചു വരും. അതുറപ്പാ, തിരിച്ചു വരും. തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ഇതാണ്. ഈ ശിമയോൻ, ശിമയോൻ, ഞാൻ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിച്ചു. ഈ ചേട്ടൻ എവിടുത്തുകാരനാ? അന്വേഷിച്ചപ്പോ ഈ സൈറീൻ, CYRENE, സൈറീൻ, കെവറീൻ എന്ന് പറയുന്ന ഈ സ്ഥലം ഈജിപ്തിലാണ്. ഈജിപ്തില് ഉള്ള ഒരു സ്ഥലമാണിത്. അന്വേഷിച്ച് പറക്കി വന്നപ്പോ ഇയാൾ ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്, ബ്ലാക്കാണ് ആള്, യഹൂദനല്ല. അപ്പൊ ഇയാൾ എന്തിനാ യേശുവിനെ കുരിശിത്തറയ്ക്കുന്നിടത്ത് വന്നത്? അയാൾ കച്ചവടക്കാരനെ കണ്ടായിരുന്നു, ആ വഴി അബദ്ധത്തിന് വന്നു പെട്ടതാണ്. ഇങ്ങോട്ട് നോക്ക്, പിള്ളേർ എഴുന്നേക്കുന്നത് കണ്ടിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. മര്യാദ ഇങ്ങോട്ട് നോക്ക്. ഇവിടെ വലിയ ആനക്കാര്യം പറയുമ്പോഴാണ് പിള്ളേർ നോക്കിക്കൊണ്ട്. അതായത് എന്താ പറഞ്ഞേ? കച്ചവടം നിർത്തിക്കണം. എന്തേ കച്ചവടം? എന്താണ്? കൗറി ആരാണ്? ശിമയോൻ ആരായിരുന്നു? എന്തോ കച്ചവടക്കാരനായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ചേട്ടൻ അങ്ങനെ കണ്ട് വന്ന അവിടെ എന്തോ കച്ചവടത്തിന് വന്ന പാവം. അങ്ങനെ ഇന്നപ്പോഴാണ് അടൂർ പള്ളിയുടെ റാസ വന്നു. അല്ല, റാസയല്ല, യേശുവിനെ കുരിശിത്തറയ്ക്കാൻ വേണ്ടി ആള് പോവാണ്. അപ്പൊ ഈ ചേട്ടൻ കച്ചവടത്തിന് വന്ന് ചേട്ടൻ കടയുടെ വാതിക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എല്ലാം ബംഗാളികളാണല്ലോ. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ പിന്നെ ലൈറ്റ് പിടിക്കുന്ന കുട പിടിക്കുന്ന മുഴുവൻ ബംഗാളികള്. പള്ളിക്കാട് മുഴുവൻ സൈഡിൽ നിന്നിട്ട് ഇപ്രാവശ്യം ആള് കുറവാണല്ലോ എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞോണ്ടിരിക്കും. ഇവിടെ അല്ല,
വേറൊരു സ്ഥലത്ത്. മൊത്തം ബംഗാളികളാണ്. ലൈറ്റ് കുട എല്ലാം പിടിച്ചിട്ട്, അവർക്ക് പിന്നെ പാടാൻ അറിയാത്തതുകൊണ്ട് പാടുന്നൊന്നുമില്ല. കുടയൊക്കെ പിടിച്ച് 500 രൂപയും പൊറോട്ട ഇറച്ചി കിട്ടും. അതാണ് കൂലി. അപ്പൊ ഈ പ്രദക്ഷിണം പോവാണ്. ശ്രദ്ധിച്ചിരുന്നേ, പ്രദക്ഷിണം പോവാണ്. എന്താണ് ഈ പ്രദക്ഷിണം? ഗോകുൽത്താമലയിലേക്ക് ഒരാളെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോകണം. അപ്പൊ ഇങ്ങനെ ശിവൻ ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പാവം വരാന്തേ നിന്ന, കടയുടെ വരാന്തേ നിന്നാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുരിശുമരണം ഏറ്റവും നീചമായ മരണമായിരുന്നു. ഏറ്റവും നീചമായ മരണം. പേർഷ്യക്കാരാണ് കുരിശുമരണം കണ്ടുപിടിച്ചത്, കുരിശുമരം കണ്ടുപിടിച്ചത്. കുറ്റവാളിയുടെ ശരീരം ഈ ഭൂമിയിൽ കിടന്നാൽ മണ്ണ് ശപിക്കപ്പെടും എന്ന് പറഞ്ഞാണ് അവർ ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവനെ തൂക്കിക്കിടത്തുന്ന കഴുമരം കണ്ടുപിടിച്ചത്. അപ്പോൾ ഏറ്റവും നീചമായ മരണമാണത്. യഹൂദനെ സംബന്ധിച്ച് ഒരു യഹൂദനെ ഈ കുരിശിന്റെ അറ്റം പിടിക്കാൻ വിളിച്ചാൽ ഒറ്റ യഹൂദനും വരില്ല. കാരണം യഹൂദന് അത് ഒത്തുപോകാൻ പറ്റാത്തൊരു ഏർപ്പാടാണ് കുരിശ്, നീചമായ കുരിശ് മരണം. റോമാക്കാര് ഈ പണിക്ക് വരുത്തുമില്ല. ആരെ സഹായിക്കണമെന്ന് അവർക്ക് താല്പര്യമില്ല, ഉപദ്രവിക്കാനേ അവർക്ക് താല്പര്യമുള്ളൂ. പക്ഷേ അവർക്കൊരു നിർബന്ധമുണ്ട്. യേശുവിനെ കൊണ്ടുപോയി വിധി പറഞ്ഞിരിക്കുന്നത് കുരിശിൽ തറച്ച് കൊല്ലണമെന്നാണ്. പോകുന്ന വഴിക്കാണ് ഇവ മരിച്ചു പോയാൽ വിധി നടപ്പാക്കാൻ പറ്റില്ല. അവന് മേൽ ഏൽപ്പിക്കപ്പെട്ട ശിക്ഷാവിധി നടക്കാതെ പോകും എന്നുള്ളത് കൊണ്ട് അവനെ ജീവനോടെ ഗാഗുൽത്താമലയിൽ എത്തിക്കാൻ പടയാളികൾ കണ്ടുപിടിച്ച വഴിയാണ്. കടവരാന്തയിൽ നിന്ന് ചേട്ടനോട് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവൻ അന്യനാട്ടുകാരനായോണ്ട് അവന് ചോദിക്കാനും പറയാൻ ആരുമില്ല ഇവിടെ. വന്നില്ലെങ്കിൽ അവനെ പിടിച്ച് ഇടിച്ച് ജയിലിലിടും. അതുകൊണ്ട് പാവം പേടിച്ച് വന്നാണ്. ഇവനെ കുരിശ് ചുമക്കാൻ യാതൊരു താല്പര്യമില്ല. അവൻ റാസ കാണാൻ നിന്നാ പാവം. അങ്ങനെ നിന്നവനെ പിടിച്ച് പിടിയിടാന്ന് പറഞ്ഞു ബംഗാളിയോട്, കുട പിടിക്കടാന്ന്. അവൻ അന്യനാട്ടുകാരനായോണ്ട് അവന് ആരും അവന് വേണ്ടി പറയാൻ വല്ലവരും ഉണ്ടോ? ആരും ഇല്ലാത്തത് കൊണ്ട് അവൻ ഇതും പിടിച്ചുകൊണ്ട് പോയതാണ്. നിങ്ങൾ കേട്ടോണം എന്താ നടന്നേന്ന്. അങ്ങനെ ഈ പാവം ശിമയോൻ അവന് വേറെ വഴിയില്ലാത്തത് കൊണ്ട് കുരിശിന്റെ അറ്റം പിടിച്ചു. പ്രിയപ്പെട്ടവരെ, കുരിശ് ചുമന്നത് യേശുവാണ്. കുരിശ് ചുമക്കാൻ അവൻ ആരോടും പറയില്ല. കുരിശ് അവൻ ചുമന്നുള്ളൂ. നമ്മളോട് പറയുന്നത് എന്താ? ഇടാ ഇതിന്റെ സൈഡിലൊന്ന് പിടിക്കു കൊച്ചേ, നീ ഇതിന്റെ സൈഡിലൊന്ന് പിടിക്ക്, അങ്ങനെ പറയുന്നുള്ളൂ. അല്ലാതെ നിന്നോട് ഈ കുരിശൊന്നും ചുമക്കാൻ ആരും പറയുന്നില്ല. കുരിശ് കർത്താവ് ചുമന്നുള്ളൂ. അന്നും അവൻ ചുമന്നു, ഇന്നും ചുമന്നോളും. നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ സൈഡിലൊക്കെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ അവര് പറഞ്ഞു ഇതൊന്ന് താങ്ങി കൊടുത്തോളാൻ പറഞ്ഞാൽ ഇവൻ ഇതിന്റെ അടി കിടന്ന് ചത്തുപോകും. അങ്ങനെ താങ്ങാൻ വന്നതാ. കുരിശിന്റെ താഴെ അയാളൊന്ന് പതുക്കെ താങ്ങിക്കൊടുത്ത്. ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോ ശിമയോന് മനസ്സിലായി, സാധാരണക്കാരന്റെ കുരിശല്ല, കുറ്റവാളിയുടെ കുരിശല്ല ഞാൻ ഈ താങ്ങുന്നത്. അവന്റെ കണ്ണുകളിൽ നിന്ന് പ്രപഞ്ചത്തിൽ ഇന്ന് വരെയും ആരുടെ കണ്ണുകളിൽ നിന്നും പ്രവഹിക്കാത്ത വളരെ അപൂർവങ്ങളിൽ അപൂർവമായ പ്രകാശധാര, അത് ശിമയോന്റെ ഹൃദയത്തെ കീഴടക്കി. ഈശോ ഹൃദയങ്ങൾ കീഴടക്കുന്ന രാജാവാണ്. അവൻ ഹൃദയം കീഴടക്കും, പെട്ടെന്ന് കീഴടക്കും. വന്നു, കണ്ടു, കീഴടക്കി, പെട്ടെന്ന് കീഴടക്കും. അങ്ങനെയുള്ള ആളാണ് ഈശോ. അതുകൊണ്ട് ഈ കുരിശ് യാത്രയിൽ തൻ്റെ കഴുമരത്തിന്റെ അറ്റം പിടിക്കാൻ വന്ന ഈ വഴിയാത്രക്കാരന്റെ കണ്ണുകളിലേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി. സൂക്ഷിച്ചു നോക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്ന് പ്രപഞ്ചത്തെ മുഴുവൻ മാറോട് ചേർത്ത് പിടിക്കാൻ തക്ക വിശാലമായ ആ മഹാസ്നേഹം അവന്റെ ചങ്കിൽ നിന്നൊഴുകി. അത് ശിമയോൻ എന്ന ഈ വിജാതീയനെ തലകീഴ്മേൽ അവന്റെ ജീവിതത്തെ മറിച്ചു. അവൻ പിന്നീട് നല്ല ധൈര്യത്തോടെ, നല്ല തീരുമാനത്തോടെ, ആരോഗ്യത്തോടെ അവൻ ഈ കുരിശ് പൂർണ്ണ ബോധ്യത്തോടെ ചുമക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ളത്, ഈ വഴി നിൽക്കുമ്പോൾ ദൈവം നിന്നെ വിളിക്കുകയാണ്. നീ വാ അപ്പാ, അമ്മേ, നീ വാ, ഇതൊന്ന് താങ്ങ്, ചെറുതായിട്ട് നീ ഇതൊന്ന് തുടങ്ങി നോക്കണം. ഈ ശുശ്രൂഷ നീ ഒന്ന് ആരംഭിച്ച് നോക്കണം. ആരംഭിച്ചാൽ നിനക്കറിയാൻ പറ്റും, ലോകത്തിന് വേണ്ടി കിടന്ന് ഓടിയപ്പോ കിട്ടാത്തത് പലതും നിന്റെ ഹൃദയത്തിനകത്ത് പകലും രാത്രിയും അവൻ നിക്ഷേപിക്കുന്നത് നിനക്ക് കാണാൻ പറ്റും. കർത്താവിന് വേണ്ടി ജീവിച്ചു നോക്ക്. ഭർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ കിട്ടാത്തത് കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ കിട്ടുന്നത് നിനക്ക് അനുഭവിക്കാൻ പറ്റും. ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, അപ്പനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കുമ്പോൾ കിട്ടാത്തത് പലതും കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ കിട്ടുന്നത് നിനക്ക് മനസ്സിലാവും. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അവന്റെ സ്നേഹം നിന്നെ വന്ന് താരാട്ട് പാടും. സങ്കീർത്തനം 127:2 തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകും, ഉറക്കത്തിലും തരും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പകല് മാത്രമല്ല, പകലും രാത്രിയും കണ്ണിമ ചിമ്മാതെ കാവലിരിക്കും. സക്കറിയ 2:7 പറയും, നിന്നെ തൊടുന്നവൻ
കർത്താവിന്റെ കൃഷ്ണമണിയാണ് തൊടുന്നത്. നിന്നെ തൊടുന്നവൻ ആരെക്കുറിച്ചായി പറഞ്ഞെന്നറിയാം? വഴിയെ പോകുന്നതിനെ കുറിച്ചൊന്നുമല്ല, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവനെ കുറിച്ചായി പറയുന്നത്. കർത്താവിന്റെ നാമത്തിൽ ജീവിക്കുന്ന നിന്നെ തൊടുന്നവൻ കർത്താവിന്റെ കൃഷ്ണമണിയാണ് തൊടുന്നത്. ജെറമ്യാ 20:11 പറയും, വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിന്റെ വലതുഭാഗത്തുണ്ട്, അതിനാൽ നിന്റെ പീഡകർക്ക് കാലിടറും. അലറിയാർക്കുന്ന സിംഹത്തെ പോലെ സാത്താനികൻ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടന്ന് നിന്നെ നിന്റെ കുടുംബത്തെ വിഴുങ്ങാൻ നോക്കുമ്പോ ജെറമ്യാ 20:11 വചനത്തിൽ പരിശുദ്ധാത്മാ പറയും, പേടിക്കേണ്ട മോനെ, വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിന്റെ വലതുഭാഗത്തുണ്ട്. വീട്ടിൽ കിടങ്ങുന്ന ഉറങ്ങുന്നവനല്ല ഈ സംരക്ഷണം, ദൈവനാമത്തിൽ ജീവിക്കുന്നവന്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവന്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിന്റെ വലതുഭാഗത്തുണ്ട്, അതിനാൽ നിന്റെ പീഡകർക്ക് കാലിടറും. അവർ നിന്റെ മേൽ വിജയം വരിക്കില്ല. നിന്റെ മേൽ വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അവമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടില്ല. ജെറമ്യാ 20:11. അവൻ പറയും, നിയമാവർത്തനം 33, 25, 27, കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോ കർത്താവ് പറയും, നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസോളം നിന്റെ ശക്തിയും. യശ്രൂൺ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് മഹത്വപൂർണനായി വികായസിലൂടെ മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിത്യനായ ദൈവം നിന്റെ അഭയം. നിന്നെ താങ്ങാൻ അവന്റെ ശാശ്വത ഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും. തട്ടിമാറ്റും. ആരോടായി പറയുന്നതെന്നറിയാമോ? കർത്താവിന് വേണ്ടി ജീവിക്കുന്ന കുടുംബത്തോട്, കർത്താവിന് വില കൊടുക്കുന്ന ജീവിതത്തോട്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങനെ ഈ പാവം ശിമെയോൻ പതുക്കെ ഒന്ന് തുടങ്ങി, വെറുതെ ഒന്ന് തുടങ്ങിയതാണ്. തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു ലഹരി മനസ്സിലാവുന്നത്. അയ്യോ, ലോകത്ത് കിട്ടാത്തത് ദൈവമേ സ്വർഗം തരുന്നത് അവൻ അങ്ങോട്ട് മനസ്സിലായി. അപ്പൊ അവൻ ഈശോ വീണപ്പോ ഈശോയുടെ അടുത്ത് ഇങ്ങനെ അവനും വീണ് കിടക്കുകയാണ്. വീണ് കിടന്നപ്പോ അവൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനുണ്ടെന്ന് പറഞ്ഞു. ഞാനുണ്ട്. ആര് കൂടെ നിന്നില്ലേലും ഞാനുണ്ടെന്ന് പറഞ്ഞു. ലോകം മുഴുവൻ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും പാപം ചെയ്താലും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും പള്ളി വിട്ടുപോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. കർത്താവ് അങ്ങനെയാണ്. ഏലിയ പറഞ്ഞു, കാർമൽ മലയുടെ മുകളിൽ നിന്ന് ജസബലിൽ നിന്ന് പേടിച്ചോടി ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന സമയത്ത് ഏലിയ പറഞ്ഞു, കർത്താവേ നിന്റെ പ്രവാചകന്മാരെ എല്ലാവരും കൊന്നുകളഞ്ഞു, ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ, എന്റെ ജീവനെയും അവർ വേട്ടയാടാൻ തുടങ്ങുന്നു. ആ സമയത്ത് ദൈവം ഏലിയായോട് പറയും, ഏലിയ നിനക്കെന്തറിയാം? നിനക്കെന്തറിയാം? ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000ന്റെ ഭാഗമാവണം. ലോകത്തിന്റെ മുമ്പിൽ, സമ്പത്തിന്റെ മുമ്പിൽ, പണത്തിന്റെ മുമ്പിൽ, ജഡത്തിന്റെ മുമ്പിൽ, സ്ഥാനമാനങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കിയവരുടെ ലോകത്ത് ആ ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേർ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. അതിന്റെ ഭാഗമാവാൻ മക്കളെ വളർത്തണം. അതിന്റെ ഭാഗമായിട്ട് മക്കളെ വളർത്തണം. അങ്ങനെ ശിമെയോൻ ഈ കുരിശിന്റെ അറ്റം പിടിച്ച് കാൽവരിയിലെത്തി. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്ത് പറ്റിയെന്നറിയാമോ? ഈ ശിമെയോന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചു. നിങ്ങൾക്ക് അതല്ലേ വേണ്ടൂ? നിങ്ങളുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കുകയല്ലേ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ തലമുറയെ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കുന്നല്ലേ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേട്ടോളുക. ഈ കുടുംബത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാമോ? 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, മർക്കോസ് സുവിശേഷം എഴുതുന്ന കാലത്ത് ശിമെയോൻ ജീവിച്ചിരിപ്പില്ല. ജീവിച്ചിരിപ്പുള്ളത് ശിമെയോന്റെ മക്കളായ അലക്സാണ്ടറും റൂഫസുമാണ്. ശിമെയോൻ മരിച്ചുപോയി. അപ്പോ അതുകൊണ്ടാണ് മർക്കോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും അപ്പനായ ശിമെയോനാണ് അന്ന് കുരിശിന്റെ അറ്റം പിടിച്ചത്. ഇന്ന് അപ്പനില്ല, ഇന്ന് മക്കളെ ഉള്ളൂ. മക്കളെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് മക്കളുടെ പേര് പറഞ്ഞ് അപ്പനെ പരിചയപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന്, യശോദാമ്മ മരിച്ചു എന്ന് നാളത്തെ പത്രത്തിൽ വന്നാൽ നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. പ്രധാനമന്ത്രിയുടെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞ് പത്രത്തിൽ വന്നാൽ നമ്മളെല്ലാം അതിനെ സീരിയസ് ആയിട്ട് എടുക്കും. യോ, പ്രധാനമന്ത്രിയുടെ അമ്മ മരിച്ചു. യശോദ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയണമെന്നില്ല, പ്രധാനമന്ത്രിയുടെ അമ്മയെന്ന് പറഞ്ഞാൽ അറിയും. കാരണം പ്രധാനമന്ത്രി എല്ലാവർക്കും അറിയാം. മനസ്സിലാവുന്നുണ്ടോ? അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും റോപ്പോസിന്റെയും പിതാവെന്ന് പറഞ്ഞാൽ ശിമെയോനെ അന്ന് ആർക്കും അറിയാൻ പാടില്ല, മക്കളെ അറിയാം. നീ മരിച്ചാലും നിന്റെ മക്കളെ സ്വർഗം അറിയും, ലോകം അറിയും. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. നീ മരിച്ചാലും നിന്റെ മക്കള്, നിന്റെ കുടുംബം, നിന്റെ തലമുറയെ ദൈവം ഈ ലോകം അറിയാൻ ഇടയാക്കും. അവര് നദിയായിട്ട്, മഹാനദിയായിട്ട് മാറും. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ ശിമെയോൻ കുരിശിന്റെ അറ്റം പിടിച്ചപ്പോ മക്കള് സഭയിലെ പ്രമുഖരായി. ഇത് ഡാനിയേലച്ചൻ കൈന്നിട്ട് പറയുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തെളിവ് തരാം. തെളിവിതാണ്. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിച്ചേ.
റോമാലേഖനം 16-ാം അധ്യായം 13-ാം വാക്യം, അവിടെ ഇത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. റോമാലേഖനം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം, റോമർ 16:13 വായിക്കും. കർത്താവിൽ തെരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവന്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ. ഇനി എന്നെ നോക്കണം, ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ പൗലോസ്ലീഹ റോമാ സഭയിലെ പ്രമുഖരുടെ പേര് പറഞ്ഞ്, റോമാ സഭയിലെ മെത്രാന്മാരുടെ പേര് പറഞ്ഞ്, അല്ലെ അവിടുത്തെ ആ സഭയിലെ പ്രമുഖരുടെ പേര് പറഞ്ഞ് അവരെ അഭിവാദനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോമാലേഖനത്തിന്റെ അവസാന അധ്യായത്തിൽ. അങ്ങനെ അഭിവാദനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് എഴുത്ത് നിർത്തിയിട്ട് അടുത്ത സെന്റൻസ് എഴുതുകയാണ്, കർത്താവിൽ തെരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവന്റെ അമ്മയ്ക്കും പ്രത്യേകം വന്ദനം പറയണം, അവൾ എന്റെയും അമ്മയാണ്. ഈ അമ്മ ആരാന്നറിയാമോ? ശിമയോന്റെ ഭാര്യയാണിത്. ഈ കറുത്തവർഗക്കാരി സ്ത്രീയാണിത്. ആ സ്ത്രീക്കും അവളുടെ മകൻ റൂഫസിനും വന്ദനം പറയണം. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, അച്ഛാ അത് വേറെ റൂഫസ് ആയിക്കൂടെ? അത് ആ സംശയം വരികയാണെങ്കിൽ റോമർ 16:13 ഫുട് നോട്ട് വായിക്കേ. ഫുട് നോട്ട്, അതിന്റെ അടിയിൽ ഫുട് നോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അറിയാം. എത്ര അതിന്റെ ഫുട് നോട്ട് എന്തോ എഴുതിയേക്കുന്നേ? റോമർ 16:13 ഫുട് നോട്ടിൽ എന്താ എഴുതിയേക്കുന്നേ? മർക്കോസ് 15, അതെടുത്ത് വായിക്കേ. മർക്കോസ് 15 ഉണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? അലക്സാണ്ടറിന്റെയും റോപ്പോസിന്റെയും പിതാവായ കൗറിയങ്കാര ശിമയോനെ കുറിച്ച് മർക്കോസ് പറഞ്ഞിരിക്കുന്നതാണ് റോമർ 16:13 ഫുട് നോട്ട്. എന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരും ഒന്നാണ്. ഇനി എന്നെ ശ്രദ്ധിച്ചു കേട്ടെ, ശ്രദ്ധിച്ചേ. അതായത് അപ്പൻ കുരിശിന്റെ അറ്റം പിടിച്ചപ്പോ മക്കളെ റോമാ സഭയിലെ അറിയപ്പെടുന്ന ദൈവമനുഷ്യരാക്കി ദൈവം മാറ്റി. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടണമെന്നല്ലേ ആഗ്രഹം? രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ രാത്രി പറഞ്ഞത്. ഒന്ന്, മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തുക. രണ്ട്, മാതാപിതാക്കൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. നിങ്ങളുടെ മക്കളെ സ്വർഗവും അറിയും, ലോകവും അറിയും.